സ്നേഹമുള്ളവർ, ഞാൻ നിങ്ങളുടെ സുരവായൻ ടീച്ചർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു മുട്ട ലോലിപ്പോപ്പാണ്. എഗ് ലോലിപ്പോപ്പ്. ലോലിപ്പോപ്പ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്, കൊച്ചു കുട്ടികൾക്ക് വലിയവർക്ക് എല്ലാവർക്കും. പക്ഷേ അധികം വലിയ ചെറിയ കുട്ടികൾക്ക് ഈ വെക്കേഷൻ ടൈമിൽ പിള്ളേർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അമ്മൂമ്മമാരും എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ എഗ് ലോലിപ്പോപ്പ് പിള്ളേർക്ക് കുട്ടികൾക്കായിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കണതാണ്. വളരെ ന്യൂട്രീഷ്യസാണ്, അതേസമയം അവർക്കൊരു ഡിഫറെൻ്റ് ആയിട്ടാണ്. നിങ്ങൾ ഇതുവരെ കാണാതെ ആയിട്ടാണ്. അത് കാരണം കൊണ്ട് ഒന്ന് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ് ആൻഡ് ന്യൂട്രീഷ്യസ് ആണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതാ 2 മുട്ടയും ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത്തിരി ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇതാ ഇത്തിരി വെളുത്തുള്ളി, ഇത്തിരി ഇഞ്ചി, പച്ചമുളക്, ഇതാ കുറച്ച് നട്ട്സ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കേട്ടോ. എഗ്ഗ് നല്ലപോലെ ഗ്രേറ്റ് ചെയ്യണം. ഇതാ ഇത് വെച്ചു. ഇനി ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതാ കുറച്ച് മുളക് പൊടി ഇട്ടു, ഗരം മസാല ഒരു അത്ര മതി, കുറച്ച് മതി. ഇനി കുറച്ച് ചിക്കൻ മസാലയും കൂടി ഞാൻ ഇടുന്നത് ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ചിക്കൻ മസാല ഇട്ടു. കുറച്ച് 1/2 ടീസ്പൂണൊന്നും ഇല്ല, 1/4 ടീസ്പൂൺ ഇട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഉള്ളത് അരിപ്പൊടി. ഒരു റൈസിൻ്റെ ചട്നി കൊണ്ടാണ് കഴിക്കുന്നത്. 2 ടീസ്പൂൺ 2 ടീസ്പൂൺ ആക്കി. ഇനി പാകത്തിന് ഉപ്പിടുക. ഇത് കുഴച്ച് ശരിയാക്കണം കേട്ടോ. പിന്നെ മല്ലിയുടെ ഇല ഇടണം, വെളുത്തുള്ളി ഇടണം, ഇഞ്ചി കൊത്തായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, പിന്നെ സവോള ചെറുതാക്കി അരിഞ്ഞത് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് ഇത് നന്നായി കുഴക്കണം. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച്, പിന്നെ വെക്കുമ്പോൾ മുട്ടയുടെ വെള്ളം ഒന്നും ആവശ്യമില്ല. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതിനെ നല്ലപോലെ ഇട്ടെടുക്കാം. ഇടുന്നു. നല്ല എണ്ണ നല്ലോണം ചൂടായിട്ട് ഇടാൻ പാടുള്ള പൊട്ടിത്തെറിക്കണമെങ്കിൽ പെട്ടെന്ന് തുയ്യെ ചെറുതാക്കണം, സിമ്മിലാക്കണം കേട്ടോ. ആദ്യം നല്ല ഹൈ സ്പീഡിൽ ചെയ്തിട്ട് പിന്നെ സിമ്മിലായിട്ടാക്കണം. അത് ഞാൻ നല്ല രസമായിട്ട് മുരിഞ്ഞു. അത് ഇതായിരുന്നു പ്ലേറ്റിൽ. എഗ് ലോലിപ്പോപ്പ് തയ്യാറായി. വളരെ സ്വാദുള്ള ന്യൂട്രീഷ്യസുമായ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അതാണ് എൻ്റെ റിക്വസ്റ്റ്. ഇത് വെക്കേഷൻ കാലത്ത് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. ഇതിൻ്റെ കൂടെ ഡേറ്റ്സിൻ്റെ ചട്നിയാണ് കഴിക്കുന്നത്. ഡേറ്റ്സിൻ്റെ ചട്നി ഞാൻ പിന്നീട് ഉണ്ടാക്കാൻ പോകുന്നു. ഡേറ്റ്സ് 3-4 കുതിർത്തി അതിൽ ഇത്തിരി ഒരു മുളകിട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് അരച്ച് കഴിഞ്ഞാൽ ഡേറ്റ്സ് ചട്നി നല്ല റെഡിഷ് കളറിൽ ഡേറ്റ്സ് ചട്നി കിട്ടും. അത് ഈ ലോലിപ്പോപ്പ് കഴിക്കാം. ലോലിപ്പോപ്പ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ മറക്കരുത് കേട്ടോ.